ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മഴത്തോരു മുമ്പേ സീരിയലിൻ്റെ നോവലിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ കഥ പറയുന്നത്. അപ്പോൾ നോവൽ പ്രകാരം നമ്മുടെ അലീനനെ രക്ഷിക്കുന്നത് മാമച്ചനും രേവതിക്കുട്ടിയും കൂടിയിട്ടാണ് കേട്ടോ. അവരാണ് അലീനനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുന്നത്. അതിനവരെ സഹായിക്കുന്നത് DYSP മധുസൂദനൻ നായർ. അങ്ങനെ മധുസൂദനൻ നായരിൽ നിന്നാണ് അലീന രോഹിത് ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്ന് അറിയുന്നത്. അവൻ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടില്ലെന്നും മാത്രമല്ല ഈ കേസ് ഇത്രയും സെൻസേഷണൽ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ രോഹിത്തിനെ ഇതിൽ നിന്ന് ഓടിപ്പോരാൻ പോലീസ് സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി മൊഴി നൽകിയാൽ മാത്രമേ രോഹിത്തിനെ ഈ കേസിൽ നിന്ന് ഓടിപ്പോരാൻ പറ്റുള്ളൂ എന്ന് DYSP നമ്മുടെ അലീനയെ അറിയിക്കുന്നുണ്ട്. അപ്പോഴാണ് കേട്ടോ അലീനയ്ക്ക് രോഹിത്തിനെ രക്ഷിക്കണം എന്നൊരു തോന്നൽ വരുന്നത്. കാരണം അവൻ ഇതിൽ കുറ്റം ചെയ്തിട്ടില്ലല്ലോ. നിരപരാധി ആയതുകൊണ്ട് തന്നെ തൻ്റെ അനിയനെ രക്ഷിക്കാൻ ഏതറ്റം വരെ പോകാനും അലീന തയ്യാറാണ്. അലീനയെ ആ രാത്രി വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നതും മാമച്ചനും രേവതിക്കുട്ടിയും കൂടിയിട്ടാണ് കേട്ടോ. അലീനയെ കണ്ടതോടുകൂടി കൃഷ്ണമോൾക്ക് വളരെ സന്തോഷവും സമാധാനവും കിട്ടുന്നുണ്ട്. പിറ്റേ ദിവസം പേപ്പറിലൊക്കെ ഈ പീഡന കേസിനെ പറ്റിയും അതിലെ പ്രതികളുടെ ഫോട്ടോയടക്കം അച്ചടിച്ച് വരാൻ തുടങ്ങി. അങ്ങനെ ഒരു പത്രം വായിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ബാലചന്ദ്രൻ അലീനയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരം അറിയുന്നത്. പത്രത്തിൻ്റെ ചെറിയൊരു കോളത്തിലായി ഈ കേസുമായി ബന്ധപ്പെട്ട് അലീനയെ പറ്റിയും മോശമായി 2 വാക്ക് എഴുതി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടതും ബാലചന്ദ്രന് ദേഷ്യം വരാൻ തുടങ്ങി. എന്തുകൊണ്ട് തന്നെ ഈ വിവരം അറിയിച്ചില്ല എന്ന് പറഞ്ഞ് ഗോവർദ്ധനോട് തട്ടിക്കയറുന്നുണ്ട് ബാലേന്ദ്രൻ. അവിടെയും അലീനയാണ് കേട്ടോ ബാലേന്ദ്രനെ ആശ്വസിപ്പിക്കുന്നത്. പത്രക്കാരെന്ത് വേണമെങ്കിലും അടിച്ചു വിട്ടോട്ടെ, അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന് അലീന ബാലേന്ദ്രനെ അറിയിക്കുന്നുണ്ട്. മറിച്ച് രോഹിത്തിനെ എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന കാര്യത്തെക്കുറിച്ചാണ് താൻ ആലോചിക്കുന്നതെന്നും അലീന നമ്മുടെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. അത് വളരെ പ്രയാസം പിടിച്ച കാര്യമാണെന്ന് നമ്മുടെ ബാലചന്ദ്രൻ തന്നെ അലീനയെ അറിയിക്കുന്നുണ്ട്. കാരണം പീഡിപ്പിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി ബോധരഹിതയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ രോഹിത് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആ പെൺകുട്ടിക്ക് തന്നെ തീർച്ചയുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ രോഹിത്തിന് ഒരു തരത്തിലും ഈ കേസിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റില്ലെന്ന് ബാലേന്ദ്രൻ തറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ അലീനോട്. പക്ഷേ അലീന തൻ്റെ പ്രതീക്ഷ കൈവിടുന്നില്ല. ആ പെൺകുട്ടിയെ നേരിൽ കണ്ട് സംസാരിക്കണമെന്ന് തന്നെ അലീന ഉറപ്പിക്കുന്നുണ്ട്. ഈ സമയമെല്ലാം മനു ബാംഗ്ലൂരിൽ തന്നെയാണ് കേട്ടോ. ഇതിനിടയിൽ ശിവശങ്കരമേനോൻ വരുന്നതും ബാലേന്ദ്രനെ ഹോസ്പിറ്റലിൽ വെച്ച് കാണാൻ പോകുന്നതൊക്കെയുണ്ട്. പക്ഷെ നോവലിലെ ശിവശങ്കരമേനോൻ അലീന വൈജയന്തിയുടെ മകളാണെന്ന് അറിയുന്നില്ല കേട്ടോ. ആ സമയം ബാലചന്ദ്രൻ്റെ അവിഹിത സന്തതിയാണ് അലീന എന്നുള്ള രീതിയിലാണ് കേട്ടോ അയാൾ ബാലേന്ദ്രനോട് പ്രതികരിക്കുന്നത്. അതും കുറച്ച് രൂക്ഷമായി തന്നെയാണ്. അവിടെയും അലീനയ്ക്കും ബാലേന്ദ്രനും സപ്പോർട്ടായി നിൽക്കുന്നത് മനുവാണ്. ന്യൂസ് പേപ്പറിലെ വാർത്തയും രോഹിത്തിൻ്റെ ഫോട്ടോയും ഒക്കെ കണ്ട് വൈജയന്തി ആകെ ഇല്ലാതാവുന്നുണ്ട്. അതിലേറെ വൈജയന്തിയെ വിഷമിപ്പിച്ചത് രോഹിത് സ്വർണ്ണക്കടക്കാരനായ നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രമേനോൻ്റെയും കോളേജ് പ്രൊഫസറായ വൈജയന്തിയുടെയും മകനാണെന്നുള്ള വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയ അക്ഷരങ്ങളായിരുന്നു കേട്ടോ. മാത്രമല്ല ഇതിലെ മറ്റൊരു പ്രതി പ്രൊഫസർ വൈജയന്തിയുടെ സഹോദരൻ്റെ മകനാണെന്നും കൂടി എഴുതിയിട്ടുണ്ട്. അതോടുകൂടി വൈജയന്തിക്ക് മരിച്ചാൽ മതിയെന്നായി. ഇനി താൻ എങ്ങനെ കോളേജിലെ പിള്ളേരുടെ മുഖത്ത് നോക്കും എന്നൊക്കെയായിരുന്നു കേട്ടോ വൈജയന്തിയുടെ ചിന്തകൾ. സീരിയലിലെ വൈജയന്തി ബാങ്ക് മാനേജർ ആണെങ്കിലും നോവലിൽ അവരൊരു കോളേജ് പ്രൊഫസറാണ്. അങ്ങനെ സകല ധൈര്യം സംഭരിച്ച് അലീന നമ്മുടെ ശരണ്യയെ കാണാനായിട്ട് അവളുടെ കോളനിയിലേക്ക് പോകുന്നുണ്ട്. അലീനയെ കണ്ടതും നീ ആ ബലാത്സംഗ കേസിലെ പ്രതിയുടെ സഹോദരിയല്ലേ എന്ന് ചോദിച്ചിട്ട് നാട്ടുകാർ അലീനയെ ഉപദ്രവിക്കുന്നുണ്ട്. അവർ അലീനയെ അടിക്കുകയും വസ്ത്രങ്ങൾ കീറാൻ ശ്രമിക്കുകയും അതുപോലെ തീ കൊളുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവിടെയാണ് ഓട്ടോ ഷാജി വന്ന് നമ്മുടെ അലീനയെ രക്ഷിക്കുന്നത്. ഓട്ടോ ഷാജിയും അതേ കോളനിയിൽ താമസിക്കുന്ന ആൾ തന്നെയാണ് കേട്ടോ. അയാൾ എന്നിട്ട് അലീനയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് വീട്ടുകാരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓട്ടോ ഷാജിയുടെ പെങ്ങളുടെ ഒരു ചുരിദാർ എടുത്തിട്ട് നമ്മുടെ അലീനയ്ക്ക് കൊടുക്കുന്നുണ്ട് വേഷം മാറാനായിട്ട്. അലീനയുടെ മേത്തേക്കാണെങ്കിൽ നാട്ടുകാരൊക്കെ കൂടി മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അലീന. അതൊരു നല്ല സീനാണ് കേട്ടോ. അലീനയ്ക്ക് നേരെയുണ്ടായ വധശ്രമം അറിഞ്ഞ് പോലീസുകാർ കോളനിക്കാർക്കെതിരെ കേസ് എടുക്കാൻ നോക്കുന്നുണ്ട്. അതോടുകൂടി കോളനിക്കാരാകെ വരണ്ടുന്നുണ്ട്. അവിടെയും തനിക്ക് പരാതിയില്ലെന്ന് പറഞ്ഞ് അവരെ രക്ഷിക്കുന്നത് അലീനയാണ് കേട്ടോ. അങ്ങനെ അലീന ശരണ്യയെ കാണാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അവളെ ആരും തടയുന്നില്ല. ശരണ്യാണെങ്കിൽ ആരോടും മിണ്ടാതെ വീടിന് വെളിയിൽ ഇറങ്ങാതെ അങ്ങനെ ഒരു റൂമിൽ തന്നെ അടഞ്ഞുകൂടിയിരിക്കുകയാണ് കേട്ടോ. അലീനയാണെങ്കിൽ അവളുടെ അടുത്തേക്ക് പോയി തൻ്റെ സ്വന്തം സഹോദരി എന്ന നിലയിൽ സംസാരിക്കുന്നു പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതാണെങ്കിൽ ശരണ്യയ്ക്ക് നല്ല ആശ്വാസം കിട്ടുന്നുണ്ട്. അങ്ങനെ അലീനയാണ് കേട്ടോ ശരണ്യെ വീടിന് വെളിയിലേക്ക് കൊണ്ടുവരുന്നത്.
ശരണ്യയിൽ ചെറിയ ചെറിയ നല്ല മാറ്റങ്ങൾ കാണുമ്പോൾ ശരണ്യയുടെ അമ്മയ്ക്കും സന്തോഷമാവും. അങ്ങനെ അലീന ശരണ്യയെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും. അങ്ങനെ ശരണ്യയുടെ സഹായത്തോടു കൂടിയാണ് കേട്ടോ അലീന രോഹിത്തിനെ ഈ കേസിൽ നിന്ന് രക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്. സീരിയലാവുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ അവർ വരുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്